സോയ ബോള് പല തരത്തിൽ നമ്മൾ ഉണ്ടാക്കി നോക്കാറുണ്ടല്ലേ. ദാ ഈ ഒരു റെസിപ്പി ഉണ്ടോ, ഇത് കാണുന്ന പോലെ തന്നെ കഴിക്കാനും ഒടുക്കത്തെ ടേസ്റ്റ് ആട്ടോ. ഇത് നിങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ അവർ പിന്നെയും പിന്നെയും ഈ ഒരു റെസിപ്പി തന്നെ ഉണ്ടാക്കി തരാൻ ആവശ്യപ്പെടുക. അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റ് ആട്ടോ. അത് വേണ്ടിയിട്ട് ഈ ചെറിയ സോയാബോൾ തന്നെ എടുക്കണേ. അതൊരു 5 മിനിറ്റ് വെള്ളത്തിലൊന്ന് തിളപ്പിച്ചതിന് ശേഷം അതിനെ വെള്ളം നല്ലതായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും 1 സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമ്മി മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അതിന് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് അപ്പം തന്നെ ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. സോയാബോൾ അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതൊന്ന് നിരത്തിയിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. ഫ്രൈ ആക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് അങ്ങോട്ട് ഡ്രൈ ആക്കി എടുക്കണ്ട. കളറൊക്കെ ഒന്ന് മാറി ഈ ഒരു പരുവത്തിന് മാത്രം എടുത്താൽ മതി. ഇതിങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ. അതേ പാനിൽ തന്നെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒരു 2 സ്പൂൺ ടൊമാറ്റോ സോസും 1 സ്പൂൺ സോയാ സോസും കൂടി ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ സോയാബോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം ഒരു ചെറിയ സവാള പൊടി പൊടിയായിട്ട് അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുക്കാവേ. പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇനി ആ സവോള അതിലൊന്ന് കിടന്നൊന്ന് വാടി വരണം കേട്ടോ. അതാണ് അതിൻ്റെ കറക്റ്റ്. പിന്നെ നമുക്ക് ഗ്യാസ് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവേ. ഇത്രയേ ഉള്ളൂ പരിപാടി. നല്ല സിമ്പിളാണ്, എന്നാൽ ഇതിൻ്റെ ടേസ്റ്റ് അതൊന്ന് വേറെ തന്നെ കേട്ടോ. നിങ്ങൾ എന്തായാലും കുട്ടികൾക്ക് ഒരു തവണ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കണേ. അവർക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. അവർക്ക് മാത്രമല്ല നമുക്കും നല്ല സൂപ്പറായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. അത്രയ്ക്ക് അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ, ബൈ ബൈ.